കടലിൽ ഉപേക്ഷിച്ച കൈപ്പത്തിയിൽ നിന്ന് 2 കൊലപാതകങ്ങളായിരുന്നു പോലീസ് തെളിയിച്ചത്. ഇതായിരുന്നു കോഴിക്കോട് മണാശ്ശേരിയിലെ പ്രമാദമായ ഇരട്ട കൊലപാതകം. സംഭവം കൂടുതൽ അറിയാൻ 2016 ഒന്ന് പോയി നോക്കണം. മുക്കം കാരശ്ശേരി പഞ്ചായത്തിലെ തലമുറകളായി ജന്മികളായി കഴിയുന്നവരായിരുന്നു വാസുവിൻ്റെ കുടുംബം. എന്നാൽ കുടുംബനാഥനായ വാസു തനിക്ക് വീതം വെച്ച് കിട്ടിയ സ്വത്തുക്കളെല്ലാം ദൂർത്തടിച്ച് നശിപ്പിച്ചു. ഇയാളുടെ ഭാര്യയായിരുന്നു ജയവല്ലി. പിന്നീട് ഇയാൾ ആത്മഹത്യ ചെയ്തപ്പോൾ ഒട്ടേറെ ബാധ്യതകളായിരുന്നു ആ കുടുംബത്തിന് നൽകിയത്. ശേഷിക്കുന്ന 7 ഏക്കർ ഭൂമി വിറ്റ് അതിൽ നിന്ന് ഒരു വിഹിതം മകനായ ബിർജുവിനും കുടുംബത്തിനും നൽകുകയും ബാക്കിയുള്ളത് കൊണ്ട് വാസു നൽകിയിട്ട് പോയ ബാധ്യതകൾ തീർത്ത് 10 സെന്റ് സ്ഥലവും വീടും വാങ്ങി ജയവല്ലി അവിടെ താമസമാക്കുകയും ചെയ്തു. എന്നാൽ അച്ഛൻ്റെ പാത പിന്തുടർന്ന മകൻ ബിർജു തനിക്ക് കിട്ടിയ ഓഹരി ഉപയോഗിച്ച് പലവിധം ബിസിനസ്സുകൾ ചെയ്ത് നഷ്ടത്തിലായി. അതോടെ ജയവല്ലിയുടെ പക്കലുള്ള സ്വത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണ്. ഇതോടെ ഇയാൾ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ജയവല്ലിയുടെ വീട്ടിൽ താമസമാക്കി. വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോൾ മകന്റെ ദൂർത്ത് നന്നായി അറിയാവുന്ന ആ അമ്മ പണം നൽകിയില്ല. പണത്തെ ചൊല്ലിയുള്ള വാക്പോരുകൾ നടക്കുന്നതിനിടെ ഒരു ദിവസം ജയവല്ലിയെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പക്ഷേ 70 വയസ്സ് പ്രായമുള്ള ആ സ്ത്രീയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലുള്ള രക്തക്കറ പുരണ്ട കഥകൾ കണ്ടുപിടിക്കാൻ അന്ന് പോലീസിന് കഴിഞ്ഞില്ല. ഇനിയാണ് കഥയുടെ പ്രധാന ഭാഗം ആരംഭിക്കുന്നത്. 2017 ജൂൺ മാസത്തിലെ മഴ തിമിർത്ത് പെയ്യുകയാണ്. ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു. ചാലിയം കടപ്പുറത്ത് അടിഞ്ഞുകൂടിയ ഒരു മനുഷ്യന്റെ കൈപ്പത്തിയെക്കുറിച്ചായിരുന്നു ആ ഫോൺ കോൾ. എന്നാൽ സംഭവ സ്ഥലത്തെത്തിയ പോലീസിന് ഈ അഴുകിത്തീരാറായ കൈപ്പത്തിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയായിരുന്നു. കൂടുതൽ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെങ്കിലും പ്രതീക്ഷയ്ക്ക് വക ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബേപ്പൂർ സ്റ്റേഷനിലേക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു. ചാലിയം കടപ്പുറത്ത് മറ്റൊരു കൈപ്പത്തി കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു ഇടത് കൈപ്പത്തിയായിരുന്നു. ഇത് മറ്റൊരു കേസായി ഏറ്റെടുത്തായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ അന്വേഷണത്തിന്റെ ഗതി മാറുന്നത് പിന്നീടാണ്. കോഴിക്കോട് മുക്കം ഭാഗത്തോട് ചേർന്നു നിൽക്കുന്നതാണ് കുമാരനെല്ലൂർ എസ്റ്റേറ്റ്. എസ്റ്റേറ്റിനോട് ചേർന്നുള്ള റോഡിൽ രാത്രിയുടെ മറവിൽ അറവ് മാലിന്യങ്ങളും മറ്റും തള്ളുന്നതിനാൽ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു നാട്ടുകാർ. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാം ചേർന്ന് മാലിന്യം തള്ളുന്നത് തടയാനൊക്കെയായി ഒരു സംഘം രൂപീകരിച്ചു. ഇതിന്റെ മുന്നോടിയായി റോഡിൽ തള്ളിയ മാലിന്യങ്ങൾ നീക്കാനായി അവർ രംഗത്തിറങ്ങി. വൃത്തിയാക്കലിനിടയിൽ ഒരു ചാക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ അറവ് മാലിന്യങ്ങൾ കെട്ടുന്ന രീതിയിൽ ആയിരുന്നില്ല ആ ചാക്ക്. പേടിയും അറപ്പും ഉണ്ടായിരുന്നെങ്കിലും സംഭവം എന്താണെന്നറിയാൻ ചാക്ക് അഴിച്ചു നോക്കി. ചാക്കിൽ കിടക്കുന്നത് തലയും കൈയും കാലും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യ ശരീരം. അതോടെ നാട്ടുകാർ പേടിച്ച് പുറകോട്ടാഞ്ഞു. ഇതും കൂടെ ആയതോടെ പോലീസിന് ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരീരഭാഗങ്ങൾ എല്ലാം ഒരാളുടേത് തന്നെ എന്ന് തുടർന്ന് നടത്തിയ DNA പരിശോധനകളും പറഞ്ഞു. പക്ഷേ ആരെ കൊലപ്പെടുത്തിയെന്നോ എന്തിനു കൊലപ്പെടുത്തിയെന്നോ മനസ്സിലായില്ല. ഒരു പിടിയും കിട്ടാത്ത കേസിന്റെ അന്വേഷണം എവിടെ തുടങ്ങുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് കഥയുടെ മറ്റൊരു ഭാഗം സംഭവിക്കുന്നത്. ചാലിയം കടപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾ. കളിക്കിടയിൽ ബോൾ കാട്ടുവള്ളികൾക്കിടയിലേക്ക് പോയപ്പോൾ ഒരാൾ അതെടുക്കാനായി ചെന്നു. എന്നാൽ അവിടെ കണ്ടതാകട്ടെ പൂഴിയിൽ മൂടിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ തലയോട്ടിയും. ഇത് കേസിന് വഴിത്തിരിവായെങ്കിലും കൂടുതലൊന്നും കണ്ടെത്താൻ കഴിയാഞ്ഞതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇതോടെ ലഭ്യമായ കൈപ്പത്തികളും തലയോട്ടിയും ഫിംഗർ പ്രിന്റുമൊക്കെ വിശദമായി പരിശോധിച്ചപ്പോൾ പോലീസിന് പിടികിട്ടി. അത് മലപ്പുറം വണ്ടൂരിനടുത്തുള്ള ഇസ്മയിലിന്റെ ശരീരഭാഗങ്ങളാണ്. എന്നാൽ അത് മുഴുവനായും ഉറപ്പിക്കുന്നതിന് മുന്നേ പോലീസ് അയാളെക്കുറിച്ച് അന്വേഷിക്കാനായി നാട്ടിലെത്തി. അയാളെ കാണാനില്ലെന്നായിരുന്നു നാട്ടിൽ നിന്നും കിട്ടിയ വിവരം. വീട്ടിൽ അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവശയായ മാതാവ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മകനെ കാണാതായിട്ടും പോലീസിൽ പരാതി നൽകാഞ്ഞതെന്തേ എന്ന ചോദ്യത്തിന് ഇതവന്റെ സ്ഥിരം പരിപാടിയാണ് എന്നായിരുന്നു ഉമ്മയുടെ മറുപടി. അവൻ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്നും അവർ പറഞ്ഞു. എന്നാൽ കൊല ചെയ്യപ്പെട്ടത് ഇസ്മയിൽ തന്നെ എന്നുറപ്പാക്കാൻ ഉമ്മയുടെ രക്തസാമ്പിൾ കൂടി പരിശോധനയ്ക്ക് ആവശ്യമായിരുന്നു. ആദ്യമൊക്കെ വിസമ്മതിച്ച ആ ഉമ്മയിൽ നിന്ന്
പിന്നീട് അവരുടെ പൂർണ്ണ സമ്മതത്തോടെ പോലീസ് രക്തസാമ്പിൾ ശേഖരിച്ചു. അതോടെ മരിച്ചത് ഇസ്മായിൽ തന്നെയെന്ന് ഉറപ്പായി. പക്ഷേ എന്തിനു കൊന്നെന്നും ആര് കൊന്നെന്നുമായിരുന്നു മറ്റൊരു വിഷയം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇസ്മായിലിന്റെ സുഹൃത്തിന്റെ പക്കലിൽ നിന്നും കേസിന് അടിസ്ഥാനമായ ഒരു തുമ്പ് പോലീസിന് കിട്ടുന്നത്. അയാൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: തനിക്ക് ചികിത്സയ്ക്കായി പണം ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പണം ചോദിച്ച കൂട്ടത്തിൽ ഇസ്മായിലിനോടും ചോദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കയ്യിൽ പണമില്ലെന്നും കുറച്ചു ദിവസം കഴിഞ്ഞാൽ തനിക്ക് വലിയൊരു തുക ലഭിക്കുമെന്നും അപ്പോൾ പണം നൽകാമെന്നുമായിരുന്നു ഇസ്മായിലിന്റെ മറുപടി. എന്നാൽ ഇത്രയും വലിയ തുക ലഭിക്കാൻ മാത്രം എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ലെങ്കിലും ഏറെ നേരത്തെ തന്റെ നിർബന്ധത്തിന് ശേഷം ഒരു സ്ത്രീയെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് പണം ലഭിക്കുന്നതെന്നും ഇസ്മായിൽ സുഹൃത്തിനോട് പറഞ്ഞു. ഇതുവഴിയുള്ള അന്വേഷണം എത്തി നിന്നത് 70 വയസ്സുള്ള ജയവല്ലി എന്ന സ്ത്രീയുടെ ആത്മഹത്യയിലായിരുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം നാടുവിട്ട മകൻ ബിർജുവിനെയും കുടുംബത്തെയും പറ്റി ആർക്കും അറിവില്ലായിരുന്നു. ഇതിൽ സംശയം തോന്നിയ പോലീസിന്റെ അന്വേഷണം എത്തിയതാകട്ടെ തമിഴ്നാട്ടിലെ നീലഗിരിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഗതി മന്ദിരത്തിലേക്കാണ്. അവിടെ ജോർജ് കുട്ടി എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാൾ കുടുംബവുമായി അങ്ങോട്ട് കുടിയേറിയതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി. കോഴിക്കോട് നിന്നും തുണിത്തരങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുന്നതായിരുന്നു അയാളുടെ ജോലി. കച്ചവടത്തിൽ ലാഭമുണ്ടായപ്പോൾ അയാൾ ആ നാട്ടിൽ ഒരു വീട് വെച്ചു. ഇതിനിടയിലാണ് ജോർജ് കുട്ടിയെ തിരക്കി ചിലർ എത്തുന്നത്. ജോർജ് കുട്ടി തുണിത്തരങ്ങൾ എടുക്കുന്ന കടയിലെ ജീവനക്കാർ എന്ന് പറഞ്ഞായിരുന്നു അവർ എത്തിയത്. പതിയെ അയാളുടെ വീട് മനസ്സിലാക്കിയ സംഘം വീടിന് ചുറ്റും വളഞ്ഞെങ്കിലും ജോർജ് കുട്ടിയെ കാണാൻ കിട്ടിയില്ല. പക്ഷേ പിന്നീട് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്ന ജോർജ് കുട്ടിയോട് നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തോ സാധനം വീണുപോയെന്നും അത് ഇതാ എന്നും പറഞ്ഞ് ഒരാൾ നിലത്ത് വീണ സാധനം എടുത്ത് നീട്ടി. അത് വാങ്ങാനായി മുന്നോട്ട് വന്ന ജോർജ് കുട്ടിയെ കേരള പോലീസ് ശരവേഗം കൈപ്പിടിയിലാക്കി. അതോടെ അവിടെ ജോർജ് കുട്ടിയായി ജീവിക്കുന്ന ബിർജുവിന്റെ കൊലപാതക കഥകൾ അനാവരണം ചെയ്യപ്പെടുകയായിരുന്നു. വിശദമായി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞു, ജയവല്ലിയെയും ഇസ്മായിലിനെയും കൊന്നത് ബിർജു തന്നെ. അമ്മയെ കൊന്നാൽ സ്വത്ത് തനിക്ക് കിട്ടുമെന്ന ചിന്തയായിരുന്നു അയാൾക്ക്. ഇതിനായി ജയവല്ലിയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കെട്ടിത്തൂക്കാൻ കൂടെ നിന്നതാണ് ഇസ്മായിൽ. അതിനുള്ള പ്രതിഫലമായാണ് വലിയ തുക നൽകാമെന്ന് ഇസ്മായിലിനോട് പറഞ്ഞത്. എന്നാൽ പണം ആവശ്യപ്പെട്ട ഇസ്മായിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊന്ന് ശരീരം പല കഷ്ണങ്ങളാക്കി മുറിച്ച് പലയിടങ്ങളിലായി ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ആരും ഒരിക്കലും അറിയില്ലെന്നും താൻ പിടിക്കപ്പെടില്ലെന്നും ബിർജു കരുതിയപ്പോൾ ചാലിയം കടപ്പുറത്ത് നിന്ന് കിട്ടിയ കൈപ്പത്തിയായിരുന്നു കേസ് അന്വേഷണത്തിന് കേരള പോലീസിനെ സഹായിച്ചത്. ഒരു കുറ്റവും തെളിയിക്കപ്പെടാതെ പോവില്ല. കാലം എത്ര കഴിഞ്ഞാലും താൻ അറിയാതെ തന്നെ കുറ്റവാളി നൽകിയ ചില അടയാളങ്ങളാൽ പിടിക്കപ്പെടുമെന്നത് തീർച്ച.